ഈ സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി വരികയാണ്. പി.വി. അൻവറിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നു. പി.വി. അൻവർ പുറത്തേക്ക് വരികയാണ്. ഇന്നലെയാണ് അദ്ദേഹത്തെ രാത്രി 9:35 നിലമ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. രാഷ്ട്രീയ കേരളത്തിലേറെ കോളിളക്കം സൃഷ്ടിച്ച വാർത്തയായിരുന്നു പി.വി. അൻവറിന്റെ അറസ്റ്റ്. അദ്ദേഹത്തിന് നിലമ്പൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട് പ്രകാരം പ്രേരണാകുറ്റം മാത്രമാണ് അൻവറിനെതിരെ ചുമത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ജാമ്യം ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു അൻവറും. അതുതന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. പി.വി. അൻവറിന് ജാമ്യം ലഭിക്കുമ്പോൾ ഇനിയിപ്പോൾ പി.വി. അൻവറിന്റെ നീക്കങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. ഏതായാലും ഇത് സംസ്ഥാന സർക്കാരിനൊരു വലിയ തിരിച്ചടി തന്നെയാണ്. കാരണം ഒരു ജനപ്രതിനിധിയെ അദ്ദേഹത്തിനെ പ്രേരണാകുറ്റം ചുമത്തി രാത്രിക്ക് രാത്രി അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കുമ്പോൾ നിശ്ചയമായും പ്രേരണാകുറ്റം മാത്രം നിലവിലുള്ള സാഹചര്യത്തിൽ അതൊരു ജാമ്യം ലഭിക്കാവുന്ന കേസാണെന്ന് അറിഞ്ഞിട്ട് കൂടിയും അതൊരു പൊളിറ്റിക്കൽ അറസ്റ്റാണ് എന്ന നിലയ്ക്ക് വലിയ ഒരു വാഗ്വാദവും വിവാദവും ഉണ്ടാക്കുന്നതിന് മാത്രമാണ് തൽക്കാലം ഈ അറസ്റ്റ് സഹായകരമായിരിക്കുന്നത്. ആ അർത്ഥത്തിൽ അതിശക്തമായൊരു രാഷ്ട്രീയ ചുവടുവെപ്പ് പി.വി. അൻവറിന് സാധ്യമാകും വിധത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നൊരു വീഴ്ചയുണ്ടായി എന്ന വിമർശനവും ശക്തമാകുകയാണ്. ഒപ്പം തന്നെ പി.വി. അൻവറിന് ഇതുവരെ ലഭിക്കാത്ത പിന്തുണ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ലഭിച്ചു എന്നുള്ളതും വളരെ പ്രധാനമാണ്. പി.കെ. കുഞ്ഞാലിക്കുട്ടി, എം.എം. ഹസൻ, വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ, യു.ഡി.എഫിന്റെ നേതാക്കൾ പരസ്യമായി തന്നെ അൻവറിനെ പിന്തുണച്ച് രംഗത്തെത്തുന്ന കാഴ്ചയാണ് കണ്ടത്. ഇടക്കാലത്ത് അൻവറിന്റെ രാഷ്ട്രീയം വഴിമുട്ടി നിൽക്കുന്നു എന്നൊരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഇന്നലെ അദ്ദേഹം നടത്തിയ പ്രതിഷേധത്തിന്റെ പേരിൽ പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതും വീണ്ടും കേരള രാഷ്ട്രീയത്തിൽ പി.വി. അൻവർ പ്രസക്തനായി മാറുന്നതും നമ്മൾ കണ്ടത്. ഏതായാലും ഇന്നലെ രാത്രി 9:30 അദ്ദേഹത്തിന്റെ വസതി, ഓതാനയിലുള്ള വസതിയിൽ 120ഓളം പോലീസുകാരെ വിന്യസിച്ചുകൊണ്ടാണ് അറസ്റ്റ് നടന്നത്. ആ അറസ്റ്റിന് ശേഷം ഇന്ന് രാവിലെയാണ് പോലീസ് റിമാൻഡ് റിപ്പോർട്ട് കോടതിക്ക് നൽകിയത്. ആ റിപ്പോർട്ടിൽ കേവലം പ്രേരണക്കുറ്റം ചുമത്താൻ മാത്രമേ പോലീസിന് കഴിഞ്ഞിട്ടുള്ളൂ. ദൃശ്യങ്ങൾ വ്യക്തമാക്കിയതുപോലെ ഈ പറയുന്ന സംഘർഷ സംഭവങ്ങൾ നടക്കുമ്പോൾ പി.വി. അൻവർ ആ സ്ഥലത്തുണ്ടായിരുന്നില്ല. ഇതെല്ലാം കോടതി പരിഗണിച്ചുകൊണ്ടാണ് പി.വി. അൻവറിനെ ഇപ്പോൾ ജാമ്യത്തിൽ വിട്ടിരിക്കുന്നത്. നിലമ്പൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം പുറത്തേക്ക് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വലിയ രീതിയിലുള്ള സ്വീകരണ ചടങ്ങുകളൊക്കെയാണ് അദ്ദേഹത്തിന്റെ പാർട്ടി അവിടെ ആസൂത്രണം ചെയ്യുന്നത്. ഒരിക്കൽ കൂടി കേരള രാഷ്ട്രീയത്തിൽ അതിശക്തനായിട്ട് പി.വി. അൻവർ ഉയർന്നു വരുന്നു എന്ന് തന്നെ വേണം നമുക്ക് വിലയിരുത്താൻ. യു.ഡി.എഫിന്റെ പിന്തുണ പി.വി. അൻവറിന് ലഭിക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനമാണ്. നേരത്തെ യു.ഡി.എഫിലെ വിവിധ നേതാക്കൾ പി.വി. അൻവറിന് എതിരായിട്ട് രംഗത്ത് വന്നിരുന്നു. പ്രത്യേകിച്ച് പാലക്കാട് ചേലക്കര തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ പി.വി. അൻവർ അദ്ദേഹത്തിന്റെ സ്വന്തം സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കിയതിനെതിരായിട്ട് യു.ഡി.എഫിലെ പല നേതാക്കളും പരസ്യമായി തന്നെ അൻവറിനെ അധിക്ഷേപിക്കും വിധമുള്ള പ്രതികരണങ്ങളാണ് നടത്തിയത്. എങ്കിൽ ഇന്നലെ അൻവറിന്റെ അറസ്റ്റിന് ശേഷം യു.ഡി.എഫിൽ നിന്ന് വലിയ പിന്തുണയാണ് പി.വി. അൻവറിന് ലഭിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ നേതാവായിട്ടുള്ള പി.കെ. കുഞ്ഞാലിക്കുട്ടി, യു.ഡി.എഫിന്റെ കൺവീനറായിട്ടുള്ള എം.എം. ഹസൻ, യു.ഡി.എഫിന്റെ ചെയർമാനായിട്ടുള്ള വി.ഡി. സതീശൻ, കെ.പി.സി.സി അധ്യക്ഷനായിട്ടുള്ള കെ. സുധാകരൻ അടക്കം യു.ഡി.എഫിന്റെ പ്രമുഖ നേതാക്കളെല്ലാം പി.വി. അൻവറിന്റെ പിന്നിൽ അണിനിരക്കുന്നതാണ് കണ്ടത്. യു.ഡി.എഫിന്റെ രാഷ്ട്രീയം തന്നെയാണ് പി.വി. അൻവർ ഈ സമരത്തിലൂടെ മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നാണ് പി.കെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. ആ അർത്ഥത്തിലൊക്കെ യു.ഡി.എഫിന് സ്വീകാരനാകുന്ന വിധത്തിൽ ഇന്നലത്തെ അൻവറിന്റെ അറസ്റ്റ് സഹായകരമായിരിക്കുകയാണ് അൻവറിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ. കഴിഞ്ഞ ഏതാനും നാളുകളായി ഒരു രാഷ്ട്രീയ നിശബ്ദതയിലായിരുന്ന പി.വി. അൻവർ ഇന്നലെ ഉണ്ടായിട്ടുള്ള വന്യമൃഗ ആക്രമണത്തിനെതിരായിട്ട് DFIയുടെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും അതേ തുടർന്നുണ്ടായ സംഘർഷവും വീണ്ടും അദ്ദേഹത്തെ രാഷ്ട്രീയ പ്രസക്തനാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുകയായിരുന്നു. പ്രത്യേകിച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതോടുകൂടി വലിയ തരത്തിലുള്ള പിന്തുണ ആ നാട്ടുകാരുടെ നിന്നും ഒപ്പം തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വങ്ങളിൽ നിന്നും പി.വി. അൻവറിന് ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. യഥാർത്ഥത്തിൽ പി. ശശി, പിണറായി വിജയൻ എന്നിവർക്കെതിരെ നിരന്തരം ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിക്കുന്ന അൻവറിനെ രാഷ്ട്രീയമായി പൂട്ടുക എന്നുള്ള ലക്ഷ്യത്തിൽ തന്നെയായിരുന്നു പോലീസിനെ ഉപയോഗിച്ച് ഇന്നലെ അറസ്റ്റ് നടത്തിയത്. ഒരു ജനപ്രതിനിധിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ അത് പോലീസ് ഒറ്റയ്ക്കെടുക്കുന്ന തീരുമാനമല്ല എന്ന കാര്യത്തിൽ നമുക്കൊക്കെ വ്യക്തതയുള്ളതാണ്. അത് നേതൃത്വത്തിൽ നിന്ന്, CPMന്റെ നേതൃത്വത്തിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും എടുത്തിട്ടുള്ള തീരുമാനമാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടായിരുന്നില്ല. ആ അർത്ഥത്തിൽ രാഷ്ട്രീയമായി അൻവറിനെ പൂട്ടുക എന്ന ലക്ഷ്യത്തോടുകൂടി പോലീസിനെ ഉപയോഗിച്ച് ഇന്നലെ രാത്രിയിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമ്പോൾ രാഷ്ട്രീയ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി അൻവർ ഒരിക്കൽ കൂടി മാറുകയായിരുന്നു. ഇന്നിപ്പോൾ നിലമ്പൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ആ ജാമ്യം അനുവദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അല്പസമയത്തിനകം പുറത്തേക്ക് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി അങ്ങോട്ടേക്ക് പി.വി. അൻവർ ഈ അറസ്റ്റിനെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് അതിശക്തമായ മുന്നേറ്റങ്ങൾ നടത്താൻ തന്നെയാണ് ശ്രമം. അദ്ദേഹത്തിന് അക്കാര്യത്തിൽ യു.ഡി.എഫിന്റെ പിന്തുണ ഇനി ലഭിക്കുകയും ചെയ്യും. സ്വാഭാവികമായും വന്യജീവി ആക്രമണം എന്ന് പറയുന്നത് വടക്കൻ കേരളത്തിലും കിഴക്കൻ കേരളത്തിലും ഒരു വലിയ ജനകീയ പ്രശ്നമായിരിക്കുന്ന സാഹചര്യത്തിൽ അൻവർ ഇന്നലെ നടത്തിയ സമരത്തെ തള്ളിപ്പറയാനോ ആ സമരത്തെ പിന്തുണയ്ക്കാതിരിക്കാനോ യു.ഡി.എഫിന് കഴിയില്ല. പ്രത്യേകിച്ച് അത്തരത്തിലുള്ള വന്യജീവി ആക്രമണങ്ങൾ
കേരളത്തിലെ ജനങ്ങളെ എമ്പാടും തന്നെ സർക്കാരിനെതിരായിട്ടുള്ളൊരു വികാരം ഉണർത്തുന്ന സാഹചര്യത്തിൽ ആ രാഷ്ട്രീയ വിഷയം ഉന്നയിക്കുന്ന PV അൻവറിനെ പിന്തുണയ്ക്കേണ്ടി വരും പ്രതിപക്ഷത്തിന് എന്ന കാര്യത്തിലും സംശയമില്ല. അറസ്റ്റോടുകൂടി വീണ്ടും ഒരിക്കൽ കൂടി രാഷ്ട്രീയ ഉയർത്തെഴുന്നേൽപ്പിലേക്ക് വന്നിരിക്കുകയാണ് PV അൻവർ. ഇപ്പോഴത്തെ ജാമ്യം കോടതിക്ക് നിഷേധിക്കുവാൻ കഴിയുമായിരുന്നില്ല. കാരണം ആ രീതിയിലുള്ളൊരു റിമാൻഡ് റിപ്പോർട്ട് തന്നെയാണ് കേരള പോലീസ് കോടതിക്ക് സമർപ്പിച്ചത്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം മറ്റു വഴികളുണ്ടായിരുന്നില്ല. കാരണം നമുക്ക് ആ ദൃശ്യങ്ങളൊക്കെ ലഭ്യമാണ്. ആ ദൃശ്യങ്ങൾ ഒരിടത്ത് തന്നെയും ഈ പറയുന്ന DFO ഓഫീസിന് നേരെ നടത്തിയിട്ടുള്ള ആക്രമണങ്ങളിൽ നേരിട്ട് പങ്കെടുക്കുന്ന ഒരാളായിട്ട് അൻവറിനെ എവിടെയും കാണാനുണ്ടായിരുന്നില്ല. മറിച്ച് അദ്ദേഹം അത്തരത്തിലൊരു ആക്രമണത്തിന് പ്രേരണ നൽകിയെന്ന് മാത്രമേ പോലീസിന് കുറ്റപ്പെടുത്താൻ കഴിയുമായിരുന്നുള്ളൂ. അത്തരത്തിലുള്ള റിമാൻഡ് റിപ്പോർട്ടാണ് കോടതിക്ക് പോലീസ് സമർപ്പിച്ചതും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രേരണാ കുറ്റം എന്ന് പറയുന്നത് അത്ര വലിയ കുറ്റമല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ ഇതൊരു ചെറിയ ആക്രമണമായിരുന്നു എന്നതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് കോടതി ഇപ്പോൾ അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ നേട്ടമായിട്ട് ഈ അറസ്റ്റ് മാറ്റിയെടുക്കാനായിട്ടായിരിക്കും ഇനി അടുത്ത ദിവസങ്ങളിൽ PV അൻവർ ശ്രമിക്കുക. PV അൻവറിന് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രീയമായ പിന്നോട്ടടി മുഴുവൻ പരിഹരിക്കാൻ ഈ ഒറ്റ അറസ്റ്റോടുകൂടി കഴിഞ്ഞിരിക്കുന്നു. ആ അർത്ഥത്തിൽ ഒരു പൊളിറ്റിക്കൽ ബ്ലണ്ടറാണ്, ഒരു രാഷ്ട്രീയ വിഡ്ഢിത്തമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്ന കാര്യത്തിൽ തർക്കമില്ല.